ഹായ്, എല്ലാവർക്കും ആപ്റ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ കുറേ കൃഷി പരിപാടികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുറേ റോസ് ചെടികളൊക്കെ കെയർ കിട്ടാതെ, വലിയ വെയിലില്ലാതെ കെയറില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ ചട്ടികളിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം, പ്രൂണിങ് നടത്തണം. കുറേയൊക്കെ ഞാൻ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൂണിങ്ങും ചെയ്ത് വളമൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ റോസിനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അതിന് നല്ല കെയർ വേണം. കെയർ ഇല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും, അപ്പം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തും വലിയ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് കണ്ടന്റിലേക്ക്. ഇതൊക്കെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്ന റോസാണ്. അതേപോലെ തന്നെ ഈ ചെടിയൊക്കെ ഉണ്ട്, ഇതിൻ്റെ മുരടിപ്പൊക്കെ കണ്ട്. ഇതൊക്കെ ഒരുതരം ഫംഗസാണ്. ഇതൊക്കെ ഫംഗസാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഡൈബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അതേപോലെ ഈ ചെടിക്കൊന്നും വലിയ ആരോഗ്യമില്ല, ഇതിനൊന്നും വലിയ കെയർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത് കണ്ടോ, അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ശരിക്കും കാട്ട് റോസിൽ ബഡ് ചെയ്തൊരു ചെടിയാണ്, ബഡിങ് റോസാണ്. അപ്പോൾ അതിൻ്റെ കാട്ട് റോസേന്നൊരെത്ത് നെയ്യത്ത് കണ്ടോ, ശരിക്കും ഇതിൻ്റെ ബഡ് വരുന്നത് ഇതാ കാണാമോ, ഇതാണ് അതിൻ്റെ ബഡ്. ഇതാണ് അതിൻ്റെ ബഡ് വരുന്നത്. അതിൻ്റെ താഴെ അതിൻ്റെ ഈ തണ്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടുന്നുണ്ട്. ഇതൊക്കെ കാട്ട് റോസേന്ന് പൊട്ടി വരുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത. ഇതിൻ്റെ ഇല കണ്ടോ, 1 2 3 4 5 6 7 ഈ 7 ലീഫൊക്കെ വരുന്നത് ശരിക്കും കാട്ട് റോസിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കളയണം. ഇത് കണ്ടോ, നമ്മുടെ റോസ് ചെടിയിലൊക്കെ തൊണ്ടിച്ചെടി കിളുത്തിട്ടുണ്ട്, പുല്ല് കിളുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ അതിൻ്റെ മുകളിലത്തെ പൂവിൻ്റെ ഭാഗമൊക്കെ ഫംഗസ് അടിച്ച് നിൽക്കുക. ഇതൊക്കെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികൾ, നമ്മൾ ഇത്രയും റോസുകളും അതേ പ്രശ്നങ്ങളുണ്ടായിരുന്ന റോസുകളാണ്. ഇതൊക്കെ നമുക്ക് സമയക്കുറവിൻ്റെയും സ്ഥലക്കുറവിൻ്റെയൊക്കെ പ്രശ്നത്തിൽ നല്ല വെയിൽ കിട്ടാത്തടത്തൊക്കെ നിന്ന് നമ്മൾ മാറ്റിയതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ മുളകൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടമുളകാണ്. ഈ ഉണ്ടമുളകൊക്കെ നമ്മൾ കരിയില ഇട്ടിട്ട്, ചാക്കിൽ കരിയില ഫില്ല് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. നല്ല ഗ്രോത്തില്ലേ, നോക്കി. കൂടുതൽ കരിയിലയാണ്, കുറച്ച് മണ്ണേ ഉള്ളൂ, കുറച്ച് ചാണകം മാത്രം ഇതുവരെ വളമായിട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ഗ്രോത്തില്ലേ. അപ്പോൾ ഈ മുളകിനെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ റോസിനെ എല്ലാം ഇപ്പുറത്തോട്ട് വെക്കും. ഈ സൈഡിലേക്ക്, ഈ മുളകിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ആ ടാർപോളിന് ഇട്ടേക്കുന്ന ഇടത്തോട്ട് വെച്ചിട്ട് നമ്മളിതിനെ പ്രൂൺ ചെയ്ത് കളയൊക്കെ പറിച്ച് തടവൊക്കെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പം ചെടിയുടെ കെയറിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിനി വെക്കാൻ പോണേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫംഗിസൈഡ് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് മുറിവുണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ഫംഗസ് ഇൻഫെക്ഷൻ, റോസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഡൈബാക്ക് കയറും. ഇപ്പോൾ ഡൈബാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഫംഗിസൈഡാണ് സാഫ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഫംഗിസൈഡായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് സാഫ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ഇല എടുത്തിട്ട് നമ്മൾ അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാൻ പോയതിനെ, എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ റോസിനുള്ള പ്രശ്നമാണ്, ബാക്കിലേക്ക് ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ഡൈബാക്ക് അടിച്ച് ചെടി മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രൂണറും അതോടൊപ്പം തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടാവണേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാഫ് നമ്മളൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെക്കാൻ പറ്റാം ഗൈസ്. ഇത് കണ്ടോ, ഈ റോസ് കണ്ടോ, ശരിക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു കളറായിരുന്നേ. ഇതിലെന്താ വെച്ചാൽ പ്രൂണിങ്ങിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് ഒരുപാട് നാളായി. ഇത് ഒരുപാട് പൂക്കൾ തന്നു, പക്ഷെ നമുക്ക് സമയത്ത് പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം നല്ല പ്രശ്നമായിട്ട് നിൽക്കുക. ഇലകളൊക്കെ പോയി ഫംഗസ് അടിച്ച് പൂക്കൾക്കൊന്നും വലിയ ഹെൽത്തില്ല. എല്ലാ ആഴ്ചകളിലും നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളിതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സങ്കടം തോന്നുന്നൊരു കാര്യമാണ് വെട്ടി മാറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ചെടിക്ക് കൂടുതൽ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു വർക്കാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇനി ആ മുറിവുണ്ടായ സ്ഥലങ്ങളിൽ നമ്മൾ സാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മുറിവിൻ്റെ ഭാഗത്തു നിന്നും ഇനി താഴേക്ക് ഡൈബാക്ക് ഉണ്ടാവില്ല, നമ്മുടെ ചെടി സേഫായിട്ടിരിക്കും. ഇനി ഇതിന് ശേഷം നമ്മൾ പൊട്ടിക്കിളിക്കാൻ വേണ്ടിയുള്ള വളങ്ങൾ കൊടുക്കാം. നമുക്ക് NPK കൊടുക്കാം, DAP കൊടുക്കാം. എങ്ങനെ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുത്ത് നമ്മൾ ചെടിയെ കൂടുതൽ ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിനി പൂവിടാൻ വേണ്ടി അനുവദിക്കുന്നത്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ചെടിയിൽ കട്ട് ചെയ്ത് കണ്ടു, ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റും. ഒരു ഹാർഡ് പ്രൂണിങ് ആവശ്യം ഉണ്ടായിരുന്നൊരു ചെടിയാണത്. അപ്പോൾ അങ്ങനെ എല്ലാ ചെടികളും നമ്മൾ പ്രൂണിങ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഈ ചെടി കെയറിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ മണ്ണിളക്കൽ. ശരിക്കും ഈ മണ്ണിന് നല്ല നീർവാർച്ചയുള്ള മണൽ കണ്ടന്റ് ചേർന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നാൽ പോലും എയർ സർക്കുലേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊന്നും ഇളക്കി കൊടുത്തിട്ടില്ല മണ്ണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ എയർ സർക്കുലേഷൻ കുറവുള്ളത് കൊണ്ട് വേരിന് വളരാനുള്ള സാഹചര്യമൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ അതും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിന് വളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ മുഴുവൻ ചെടികളും നമ്മൾ പ്രൂണിങ്ങിന് വിധേയമാക്കാൻ പോവുകയാണ് ഗൈസ്. ശരിക്കും ഈ ചെടിയൊക്കെ ഇല്ലേ, നിറയെ പൂടുന്നൊരു ചെടിയായിരുന്നു, വെള്ള റോസായിരുന്നു. അതിനൊക്കെ അതിന് തളിരൊക്കെ കണ്ടോ, മുരടിച്ചാണ് നിൽക്കുന്നത്. അത് അതിൻ്റെ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ്റെ ഭാഗം തന്നെയാണ്. ഡൈബാക്കോ ഇത് പക്ഷേ ഓൺ റൂട്ടഡ് റോസാണ്. അതുകൊണ്ട് തന്നെ ഈ കട്ട് ചെയ്യുന്ന പീസ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ദുഷ്ടയായ ഡിങ്കു കട്ട് ചെയ്ത് മാറ്റിയിടുന്നുണ്ടോ വലിയ വലിയ പീസുകൾ ഗൈസ്. മുട്ടും പൂവും എല്ലാം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കട്ട് ചെയ്ത് മാറ്റുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. പിന്നെ ചെടികൾ നമ്മൾ കൂടുതൽ അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികൾ കൂടുതൽ ശക്തമായി പൂക്കൾ തരുന്ന കാണുമ്പം നമുക്കറിയാം ഈ ചെടിക്ക് കൂടുതൽ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് സങ്കടമില്ല. ഇവിടെ വേസ്റ്റ് നമ്മുടെ ഒരു ചീരവിത്ത് വീണ് കിളുത്ത് നിൽക്കുന്നുണ്ടോ. നമ്മൾ കെയർ ചെയ്യാതിരുന്ന സമയങ്ങളിലാണ് അതിനകത്തൊക്കെ പുല്ലൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ മാറ്റണം. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. നമ്മൾ റോസിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഡൈബാക്ക് ഡിസീസും അതേപോലെ തന്നെയാണ് ബ്ലാക്ക് സ്പോട്ടും ഒക്കെ വരുന്ന ചീര കളയണോ? അത് നിന്നോട്ടത് നമുക്ക് മാറ്റി നടാം. ശരി, നമ്മൾ ആ ചീര എന്തായാലും മാറ്റി നടാൻ വേണ്ടി പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞു വന്ന റോസിൻ്റെ പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് ഡൈബാക്കും ബ്ലാക്ക് സ്പോട്ടും. അത് കാരണം എന്ന് പറയുന്നത് ഡിപ്ലോകാർപ്പോൺ റോസിയെ എന്ന് പറയുന്ന ഒരു ഫംഗസാണ് ഗൈസ്. അപ്പോൾ ഡിപ്ലോകാർപ്പോൺ റോസിയെ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ടും 6 മണിക്കൂറെങ്കിലും വെയിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ ചെടികൾ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ചെടികൾ തമ്മിൽ നല്ല അകലം ഉണ്ടാവണം. നമ്മുടെ ചെടികളൊക്കെ ഇരുന്നത് അടുത്തടുത്താണ് ഇരുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുന്നത് രാവിലെ നനയ്ക്കുന്നത് ശീലമാക്കണം. വൈകിട്ടാണ് നമ്മൾ ചെടി നനയ്ക്കുന്നതെങ്കിൽ ഇലകളിൽ വെള്ളം തങ്ങി ഇരുന്നിട്ട് നമ്മുടെ ചെടി മുഴുവൻ ഇതേപോലെ ബ്ലാക്ക് സ്പോട്ടുകളോ ഫംഗസുകളോ ഒക്കെ ഉണ്ടായി നശിച്ചു പോകും. അപ്പോൾ രാവിലെ തന്നെ നനയ്ക്കുക ചെടി. അത് നനയ്ക്കുമ്പോൾ ഇലകളിൽ വെള്ളം വീഴാതെ ചോട്ടിൽ മാത്രം നനച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫംഗൽ ഡിസീസുകളിൽ നിന്നൊക്കെ ഒരുമാതിരി രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഉള്ള സമയമൊക്കെ ഇങ്ങനെയുള്ള പച്ചക്കറികളുടെയും ഒക്കെ പുറകെയായിരുന്നേ. അപ്പോൾ അത് കാരണം സമയം ഒരു വലിയ പ്രശ്നമാണ് ചെടിയുടെ കെയറിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും അത്ര കെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് മുഴുവൻ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്ത് മാറ്റുകയാണ്. ഈ പുതിയ തളിര് വരുന്നുണ്ടോ ഗൈസ്, മുരടിച്ചാണ് വരുന്നത്. അതിനെല്ലാം പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ സാഫിനി സ്പ്രെയറിനകത്താക്കിയിട്ട് അടിച്ചു കൊടുക്കണം. അത് നല്ലതായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. കാരണം നല്ലതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ വീക്കായിരിക്കുക അത്. അതുപോലെ എല്ലാ ഇലകളും ഈ വരുന്ന പുതിയ ഇലകൾ വരുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്, പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം മുരടിപ്പാണ് വരുന്നത്. പണിയാണ്. അതിൽ ഉണങ്ങി നിൽക്കുന്ന ചില്ലകളൊക്കെ ഡൈബാക്കിനുള്ള സാധ്യത ഉണ്ടാകുന്ന ചില്ലകളാണ് കേട്ടോ. ഇതൊരിക്കലും മറന്നു പോകില്ല. നമ്മൾ റോസ് പ്രൂൺ ചെയ്യുമ്പോൾ ഫംഗിസൈഡ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ഒരുപാട് എത്തുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ റോസ് ചെടിയായിരുന്നുണ്ട്. നല്ല വെള്ള കളറിലെ പൂ ഉണ്ടാകുന്ന നല്ലൊരു റോസ് ചെടിയാണ്. അത് ഒരുപാട് പൂ പിടിച്ചാണ് കേട്ടോ. എല്ലാ കമ്പിലും പൂ പിടിച്ചാണ്. പക്ഷേ ഇതിനൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടോ, ഒരു ഇലയ്ക്കൊരു കളർ വ്യത്യാസമുണ്ടോ, മാർബിൾ മൊസൈക്ക് പോലെ കണ്ടില്ലേ. അതൊക്കെ ഫംഗസിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ സാഫൊക്കെ നന്നായിട്ട് അടിച്ച് കൊടുത്ത് ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് എടുക്കണം.
ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ ഗൈസ്, ഇത് മുഴുവൻ ഹാർഡ് പ്രൂൺ ചെയ്യേണ്ട ചെടിയാണ്. കാര്യം ഇതിൻ്റെ ഇല മുഴുവൻ നശിച്ചിരിക്കുകയാണ്. തടങ്ങളിലൊക്കെ കളയൊക്കെ കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാക്കി കൊടുത്തേ പറ്റും. അതെ, ഈ ചട്ടിയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ ചെടിയുടെ ഇലകൾക്ക് കാണുന്ന ഈ കളർ വ്യത്യാസമൊക്കെ. അവനെ നമ്മൾ ഹാർഡ് പ്രൂൺ എടുക്കുകയാണ്. പൊട്ടിക്കെളുത്തോളും, സങ്കടമില്ല. അങ്ങനെ അവനൊരു അസ്ഥികൂടമായി മാറി. പിടിച്ചില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു ചെടിയായിരുന്നേ. പൂന്ന് കാണിച്ച് കണ്ടോ, നമ്മൾ വേണ്ടത്ര കെയർ കൊടുക്കാതെ പൂവിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. ശരിക്കും ഫംഗസ് അടിച്ച ചെടിയാണത്. അതെ, ഒരുപാട് പൂ പിടിച്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് ഈ നമ്മുടെ ഇങ്ങനത്തെ ചെടികളുടെ ഒക്കെ ഒരു പ്രശ്നം എന്താ അറിയോ, പട്ടികളല്ലേ, നമ്മൾ പ്രൂണിങ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ചെടികൾ ആ നിൽക്കുന്ന നിപ്പിൽ ഉണങ്ങാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് കണ്ടല്ലോ, ഈ പൂവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിപ്പോയി. അത് എന്നിട്ട് നമ്മളതിനെ പ്രൂൺ ചെയ്തില്ല. പ്രൂണിങ് കൊടുത്തില്ലെങ്കിൽ ഈ ചെടികൾക്കൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല. അപ്പോൾ റോസ് കെയർ ചെയ്യുന്ന എല്ലാവരും പൂക്കൾ കഴിയുമ്പോഴത്തേക്കും പ്രൂൺ ചെയ്ത് വിടുക തന്നെ വേണം കേട്ടോ. എന്താണ് കൊടുക്കുന്നത്? NPK ആണോ DAP കൊടുക്കാന്ന്? ചരിച്ച് കെട്ടിയാണ്. ഇതൊക്കെ സ്പീഡിലും ഓടിച്ചു വിട്ട് കാണിക്കാം അല്ലേ. ഉണ്ടായിരുന്നോ? സാഫ് ആ മുട്ടൊക്കെ ചത്ത മുട്ടല്ലേ അല്ലേ? നല്ല കളറാണ് പൂവൊക്കെ. പൂവിൻ്റെ അവസ്ഥയാണ്. ചെടിക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ പൂവൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ചാണകമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ചാണകത്തിൻ്റെ ഇതെല്ലാം പോയി കാണും. കളറുണ്ടെന്നല്ലേ ഉള്ളൂ. DAP ഇട്ട് കൊടുക്കുന്നതല്ലായിരുന്നു. പിന്നെ DAP ഇട്ട് കൊടുക്കുക. അത് അത്ര കൂട്ടം കൂടി ഇരുന്നതല്ലേ.
അയ്യോ ഗൈസ്, നമ്മൾ പ്രൂൺ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്രയും പീസുകൾ. അപ്പോൾ ഇത്രയും പീസുകൾ ഓൺ റൂട്ടഡ് ഉണ്ട്, അല്ലാത്തതുണ്ട്. ഓൺ റൂട്ടഡ് കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് തൈ ഉണ്ടാക്കി വെക്കാൻ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇതെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യണം. കാര്യം ഇതിനകത്ത് ഒരുപാട് ഫംഗസ് അടിച്ച പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനിയും ഇലകളൊന്നും ഇവിടെയൊന്നും പറ്റിക്കാതെ വെള്ളത്തിൽ കളയുകയോ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യുകയാണ്. നമ്മുടെ ചെടിയെല്ലാം നല്ല ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഓർഡറില്ലാതെ കിടന്ന റോസകളൊക്കെയാണ്, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി നമ്മുടെ പരിപാടി നമ്മുടെ റോസിന് അത്യാവശ്യം DAP ഒന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. പറഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മുടെ റോസെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ഇനി വളരണമെങ്കിൽ അത്യാവശ്യം വളങ്ങൾ കൊടുക്കണം. നമ്മൾ റോസിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് DAP ആണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ DAPയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. DAP എന്താണ്, അതിൻ്റെ NPK റേഷ്യോ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ചെറിയ അളവിൽ DAP കൊടുത്തു പോകണമെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരും. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ ചെടികൾക്ക് DAP കൊടുക്കുന്നുണ്ടായില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇതെല്ലാം വൃത്തിയാക്കി അത്യാവശ്യം ഈ അകലങ്ങളൊന്ന് കാണിച്ചു. നമ്മുടെ ചെടികൾ തമ്മിൽ നല്ല അകലങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെടികളുടെ ഇലകൾ തമ്മിൽ മുട്ടില്ല, നല്ല എയർ സർക്കുലേഷൻ കിട്ടും. ഇവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ഇനി പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ DAP എന്തായാലും ഒന്ന് കൊടുക്കാൻ വേണ്ടി പോവാണേ. കാണിച്ചു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ DAP. ഞാനിതൊരു വളം വിൽക്കുന്ന കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ DAPയുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു വളം വിൽക്കുന്ന കടയിലെല്ലാം കിട്ടില്ല. ശരിയാണ്, എല്ലാ കടയിലും കിട്ടില്ല, പക്ഷേ ചില കടകളിൽ കിട്ടും. ഞാനിതൊരു വളം വിൽക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാണ്. 1 കിലോയ്ക്ക് എത്ര വില എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നുള്ളു വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ചെടിയുടെ പ്രായം, ചെടിയുടെ സൈസ് ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ DAP കൊടുക്കേണ്ടത്. നേരിട്ട് വേരിൽ കൊടുക്കരുത്, ചട്ടിയുടെ സൈഡുകളിൽ കൊടുക്കുക. ഞാൻ എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. ഈ ചെടികളൊക്കെ നല്ല പ്രായമുള്ള ചെടികളാണ്, പഴക്കമുള്ള ചെടികളാണ്. നമ്മുടെ കെയർ കൊടുക്കാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ തടത്തിലെല്ലാം അത്യാവശ്യം കളയെല്ലാം മാറ്റി നല്ല എയർ സർക്കുലേഷനൊക്കെ കൊടുത്തിട്ടേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി DAP നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഈ DAPയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇത് പെട്ടെന്ന് വെള്ളവുമായിട്ട് ലയിക്കും കേട്ടോ. നമ്മളിപ്പോൾ നനയ്ക്കും, അതൊന്നും കുഴപ്പമില്ല. ചെടി നമ്മൾ നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും DAP പെട്ടെന്ന് മണ്ണിലലിയും, നമ്മുടെ ചെടികൾ അത് വലിച്ചെടുത്തോളും. പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു എന്നറിയില്ല. DAP എല്ലാത്തിനും കൊടുക്കുകയാണേ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും, അല്ല 2 ആഴ്ച കഴിയുമ്പം ഇതിൻ്റെ അപ്ഡേഷൻ, നമ്മുടെ പ്രൂണിങ്ങിൻ്റെയും DAPയുടെ അപ്ഡേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.